അടുത്തായിട്ട് നമുക്കിതിൽ സെക്ഷൻ വരച്ച് നോക്കാം. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതിൽ നമുക്ക് സെക്ഷൻ ലൈൻ കാണിക്കണം. അപ്പോൾ സെക്ഷൻ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വേറൊരു കളറിലേക്ക് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇവിടെ വേറൊരു കളറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ലൈൻ എടുക്കുക. ലൈൻ എടുത്തിട്ട് ഈ സ്റ്റെപ്സ് കട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സെക്ഷൻ ലൈൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വരെ കട്ട് ചെയ്ത് ബാക്കി ഈ ഡോറിൻ്റെ പകുതി വരെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടേക്ക് നോക്കുന്ന രീതിയിൽ സെക്ഷൻ ലൈൻ ഇടുക. ഇതൊരു കോപ്പി എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി ഈ സെക്ഷൻ ലൈനൊരു പേരും കൊടുക്കുക. എന്നോ അങ്ങനെ അല്ലെങ്കിൽ 1 അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ടെക്സ്റ്റ് എഡിറ്റ് കൊടുത്തിട്ട് TE എൻ്റർ ടെക്സ്റ്റ് എഡിറ്റ് കൊടുത്തിട്ട് ഇവിടെ അതിൻ്റെ പേര് മാറ്റുക. ഇതന്നെ ഒരു കോപ്പി എടുക്കുക. എന്നിട്ട് ഇവിടേക്ക് വയ്ക്കുക. ഇനി ഈ സെക്ഷൻ ലൈൻ നമ്മൾ ഡാഷ് ഡോട്ടായിട്ടാണ് കാണിക്കുക. അപ്പോൾ ലൈൻ ടൈപ്പ് എടുക്കുക. LT എൻ്റർ. ഇവിടെ ലോഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ISO ഡാഷ് ഡോട്ട് എന്നുണ്ടാവും. ഇത് കണ്ടില്ലേ? ഇതാണ് സെലക്ട് ചെയ്തിട്ട് OK കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ OK കൊടുത്താൽ മതി. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് Ctrl 1 പോയി കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ബോക്സ് വരും. അവിടെ ഈ ലൈൻ ടൈപ്പ് എന്ന് കണ്ടില്ലേ? ഈ ലൈൻ ടൈപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഡാഷ് ഡോട്ടിലേക്ക് ഇടുക. പിന്നെ സ്കെയിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ ഇവിടെയും ആക്കുക. അപ്പോൾ നമ്മൾ സെക്ഷൻ ലൈൻ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ സെക്ഷൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ളൊന്ന് സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക. RO എൻ്റർ കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓർത്ത് ഓണാക്കി വെച്ചിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ എങ്ങോട്ടാണോ നോക്കുന്നത് അത് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാൻ. ഇത് മുകളിലേക്ക് വരുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഡീറ്റെയിൽസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സെക്ഷൻ ലൈൻ എടുക്കാൻ. അപ്പോൾ നമ്മൾ സെക്ഷൻ ലൈൻ എടുക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയലും അങ്ങനെയുള്ള ഡയമെൻഷൻസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സെക്ഷൻ ലൈൻ എടുക്കുമ്പോൾ മാക്സിമം എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡോറ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വോള് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിൻഡോ സൺഷെയ്ഡും നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂവ് ചെയ്തിട്ട് ഇവിടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ വിൻഡോയും സൺഷെയ്ഡും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനിൽ നമ്മളത് വേണമെങ്കിൽ ഒരു മാറ്റിയാൽ മതി. സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുത്തിട്ട് മൂവ് ചെയ്യുക. ഇവിടെ വെച്ച് കൊടുക്കാം. അതുപോലെ ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഈ കോർണറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെക്ഷൻ ലൈൻ എടുക്കുമ്പോൾ ആ ഒരു ഡീറ്റെയിലും കൂടി നമുക്ക് കിട്ടും. ഇനി ഒരു ഹോറിസോണ്ടൽ കൺസ്ട്രക്ഷൻ ലൈൻ ഇടുക. XL എൻ്റർ H എൻ്റർ XL എൻ്റർ H എൻ്റർ.
എന്നിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് ഇനി ചെയ്യാനുള്ളത് കട്ട് ചെയ്തിട്ടുള്ള എല്ലാ വോൾസും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വോള് കട്ട് ചെയ്തിട്ടുണ്ട്, സെക്ഷൻ ലൈൻ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഈ വോളിന്. പിന്നെ അടുത്ത് നോക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡോറിനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഡോറിൻ്റെ മീതെ ഈ വോളിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ വോളും അതുപോലെ ഡോറും കൂടിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും വോളും അതിൻ്റെ കൂടെ വിൻഡോവും ഈ സൺഷെയ്ഡും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ എക്സൽ എൻ്റർ, വി എൻ്റർ, ആദ്യം കട്ട് ചെയ്ത വോൾസ് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് വോള്, പിന്നെ ഇവിടെ ഇത് സെക്കൻഡ് വോള്, പിന്നെ ഇവിടെ ഇത് തേർഡ് വോളായിട്ട് വരും. 3 വോളാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ട്രിം എടുക്കുക. ട്രിം എടുത്തിട്ട് ഇവിടേക്കുള്ളതൊക്കെ ട്രിം ചെയ്ത് കളയാം. നെക്സ്റ്റ് ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് O എൻ്റർ 45 എൻ്റർ താഴത്തേക്ക് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബേസ്മെൻറ്റ് വരുന്നത്. ഈ നെക്സ്റ്റ് ഈ വോൾസ് എല്ലാം എത്ര ഹൈറ്റ് വരെ ഉണ്ടെന്ന് കൊടുക്കുക. അപ്പോൾ O എൻ്റർ 300. ഈ വോളുകളെല്ലാം തന്നെ 300 ഹൈറ്റ് വരെയാണ് ഉള്ളത്. ഈ നെക്സ്റ്റ് ട്രിം എടുക്കുക. TR 2 ടൈംസ് എൻ്റർ കൊടുത്തിട്ട് ട്രിം എടുക്കുക. എന്നിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് O എൻ്റർ 12 നമ്മുടെ സ്ലാബിൻ്റെ തിക്നെസ് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇവിടുന്ന് 60 പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സ്ലാബ്. അപ്പോൾ 60 ഇങ്ങോട്ടും അതുപോലെ 60 ഇവിടേക്കും കൊടുക്കുക. പിന്നെ അത് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. F എൻ്റർ, R എൻ്റർ, 0 എൻ്റർ, M എൻ്റർ, എന്നിട്ടിത് ഫില്ലറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും ഇത് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്ലാബും അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ 3 വോൾസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കട്ട് ചെയ്ത എല്ലാ വോൾസിനും നമ്മളിവിടെ അതിന് ഫൗണ്ടേഷൻ കാണിക്കണം, ഇവിടെ ക്രോസ് സെക്ഷൻ കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസ്മെൻറ്റിൻ്റെ ആണ് കാണിക്കുന്നത്. അപ്പോൾ REC എൻ്റർ റെക്ടാങ്കിൾ കമാൻഡാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് T എൻ്റർ, 30 എൻ്റർ, 45 എൻ്റർ. അടുത്ത് ഫൗണ്ടേഷൻ്റെയാണ് വേണ്ടത്. അപ്പോൾ REC എൻ്റർ ക്ലിക്ക് ചെയ്യുക. D എൻ്റർ, 60 എൻ്റർ, 60 എൻ്റർ. ഈ നെക്സ്റ്റ് വരുന്നത് PCC ഫൂട്ടിങ്ങിൻ്റെയാണ്. അപ്പോൾ REC എൻ്റർ ക്ലിക്ക് ചെയ്യുക. D എൻ്റർ, 100 എൻ്റർ, 10 എൻ്റർ. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് കൊടുക്കുക. M എൻ്റർ കൊടുത്തിട്ട് മൂവ് കമാൻഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ മിഡിലിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ മിഡിലിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അതുപോലെ ഇതും സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ മിഡിലിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ മിഡിലിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഇനി നമുക്ക് ഹാച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മെറ്റീരിയൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ H എൻ്റർ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റാൻഡം റബ്ബിളാണ് വരുന്നത്, റാൻഡം റബ്ബിൾ. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്, ഈ 133. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്കെയിൽ മാറ്റി കൊടുക്കുക. ഇനി വീണ്ടും ഹാച്ച് കമാൻഡിൽ എടുക്കുക. ഇവിടെ PCC ഫൂട്ടിംഗ് ആണ് വരുന്നത്. അത് വരുന്നത് കോൺക്രീറ്റ് ആണ് വരുന്നത്. ഇവിടെ ഒരു 2 ആക്കി കൊടുക്കുക സ്കെയില്. ഇനി ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ബ്ലോക്ക് ആക്കുക. B എൻ്റർ കൊടുത്തിട്ട് ബ്ലോക്ക് ആക്കുക. ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് മൂവ് കൊടുക്കുക. മൂവ് അല്ലെങ്കിൽ കോപ്പി കൊടുക്കുക. CO എൻ്റർ. ഇനി ഇവിടെ ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വരുമ്പോൾ ഈ വോളിൻ്റെ മിഡ് ലൈനിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ കൺട്രോൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. മിഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ് സെലക്ട് ചെയ്യുക. ഈ 2 പോയിൻറ്റും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെയും കൺട്രോൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. മിഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ് സെലക്ട് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ കൺട്രോൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, മിഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുക, പിന്നെ ഈ വോളിൻ്റെ 2 പോയിൻറ്റ്സും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഇവിടെ ഫ്ലോറിങ് വരും. അപ്പോൾ O എൻ്റർ 7.5 താഴത്തേക്ക് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒരു ട്രിം ചെയ്യുക, ഇതിവിടുന്ന് ട്രിം ചെയ്ത് കൊടുക്കുക, പിന്നെ ഇതിവിടുന്ന് ട്രിം ചെയ്യുക, ഇതിവിടുന്നും ട്രിം ചെയ്യുക, ബാക്കിയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇനി ഈ കോൺക്രീറ്റ് ഫ്ലോറിങ് നമ്മൾ ഹാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ H എൻ്റർ എന്ന് കൊടുക്കുക. ഇവിടെ കോൺക്രീറ്റാണ് വരുന്നത്, ഓൾറെഡി കോൺക്രീറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ സ്കെയിൽ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇനി അടുത്തതും ഹാച്ച് തന്നെയാണ് വരുന്നത്. അടുത്ത് വരുന്നത് ഇവിടെ സാൻഡാണ്. ഇവിടെ നമ്മൾ എർത്ത് ഫിൽ എന്ന് പറയും, ഇവിടെ മണ്ണാണ് വരുന്നത്, സാൻഡാണ് വരുന്നത്. അപ്പോൾ സാൻഡിലേക്ക് ഇടുക, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ സ്കെയില് മാറ്റി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത്, ഈ കട്ട് ചെയ്ത എല്ലാ വാൾസിലും ലിൻഡൽ വരും. അപ്പോൾ O എൻ്റർ ലിൻഡൽ ഹൈറ്റ് എന്ന് പറയുന്നത് 210 എൻ്റർ 210ലേക്ക് ഇത് ഓഫ്സെറ്റ് ചെയ്തിടുക. ഇനി ഇതേ ലൈൻ തന്നെ മുകളിലേക്ക് ലിൻഡലിൻ്റെ തിക്നെസ് വരുന്നത് 15. അപ്പോൾ 15ൽ മുകളിലേക്ക് ഓഫ്സെറ്റ് ചെയ്തിടുക. നെക്സ്റ്റ് ട്രിം എടുക്കുക, TR 2 ടൈംസ് എൻ്റർ കൊടുത്തിട്ട് ട്രിം എടുക്കുക, എന്നിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിലും കോൺക്രീറ്റിൻ്റെ ക്രോസ് സെക്ഷനാണ് വരുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഹാച്ച് ചെയ്യാം, പിന്നീട് മാച്ച് പ്രോപ്പർട്ടി കൊടുത്താൽ മതി. ഈ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക, MA എൻ്റർ, എന്നിട്ട് ഇവിടെ കോൺക്രീറ്റ് എവിടെയാണുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ നെക്സ്റ്റ് ഇവിടെ ഇത് വോളാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കട്ട് ചെയ്ത വോളിലൊരു ഡോറ് വരുന്നുണ്ട്. അപ്പോൾ ട്രിം എടുക്കുക, ഇത് ട്രിം ചെയ്ത് കൊടുക്കുക. ഈ ജസ്റ്റ് ഒരു ലൈൻ എടുത്തിട്ട് ഇവിടെ ഒന്ന് വരച്ച് കൊടുക്കുക, എന്നിട്ടത് ഓഫ്സെറ്റ് ചെയ്യുക 5ലേക്ക്. പിന്നെ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ 5ലേക്ക് ഓഫ്സെറ്റ് ചെയ്തു. ഇനി ഇവിടുന്ന് താഴത്തേക്ക് വിൻഡോൻ്റെ ഹൈറ്റ് കൊടുക്കണം. അപ്പോൾ O എൻ്റർ 150. ഇനി ഒരു ലൈൻ എടുക്കുക, അതിൻ്റെ മിഡിലിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക, അത് സെലക്ട് ചെയ്തിട്ട് O എൻ്റർ 1.25 ലെഫ്റ്റിലേക്കും ഓഫ്സെറ്റ് ചെയ്യുക. അതുപോലെ മിഡിൽ ലൈൻ സെലക്ട് ചെയ്തിട്ട് റൈറ്റിലേക്കും ഓഫ്സെറ്റ് ചെയ്യുക. മിഡിൽ ലൈൻ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റിലേക്കും പിന്നെ മിഡിൽ ലൈൻ സെലക്ട് ചെയ്തിട്ട് റൈറ്റിലേക്കും ഓഫ്സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ മിഡിൽ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി ഇവിടെ ഒരു സൺഷെയ്ഡും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഇതിൻ്റെ കൂടെ ഒരു സൺഷെയ്ഡും കട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ബോക്സ് കാണും, ഈ ബോക്സ് കാണും. ഇതിങ്ങനെ ബോക്സ് ടൈപ്പ് സൺഷെയ്ഡാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ബോക്സ് താഴത്തേക്ക് ഇങ്ങനെ ബോക്സ് പോലെ കൊടുക്കണമെങ്കിൽ ആ ബോക്സും കാണും. അപ്പോൾ XL എൻ്റർ V എൻ്റർ, ഈ ലൈനിങ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാ സൺഷെയ്ഡിൻ്റെ തിക്നെസ്സാണ് വരുന്നത്. കട്ട് ചെയ്യുമ്പോഴുള്ള ഒരു തിക്നെസ് ഇല്ലേ, അതാണ്. ഇനി സൺഷെയ്ഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 മുകളിലേക്ക് കൊടുക്കുക. പിന്നെ ഇവിടെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ ഡിലീറ്റ് ചെയ്താൽ മതി. ഇനി ഹാച്ച് കൊടുക്കുക. പിന്നെ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക.
പിന്നെ ഇവിടുന്ന് O എൻ്റർ 60 താഴത്തേക്ക് ഒരു ബോക്സ് പോലെ കാണും. അപ്പോൾ അത് 60 ഓഫ്സെറ്റ് ചെയ്യുക. അതിന് ശേഷം ഇത് ട്രിം ചെയ്യുക. ഇനി ഇവിടെ ഈ സൈഡിലാണെങ്കിൽ ഈ സൈഡിലും ഇതുപോലെ ഈ ഒരു ലൈൻ ഒരു ബോക്സ് പോലെ കാണും. അപ്പോൾ എക്സൽ എൻ്റർ V എൻ്റർ എന്ന് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ എടുത്തിട്ട് വരയ്ക്കുക. 60 താഴത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. അത് വേണമെങ്കിൽ നമുക്ക് ഫില്ലറ്റ് കൊടുക്കാം. F എൻ്റർ കൊടുത്തിട്ട് F എൻ്റർ M എൻ്റർ. ഇനി നമ്മൾ കട്ട് ചെയ്ത എല്ലാ വോൾസിൻ്റെയും ഡീറ്റെയിലും അവിടെ മുകളിൽ കാട്ടിയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെയാണ് ഇനി നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഈ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. ആദ്യം ബാക്കിയുള്ള എന്തെങ്കിലും ഡോറും വിൻഡോസും അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിന്നിട്ട് അങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മളങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് എക്സൽ എൻ്റർ V എൻ്റർ. ഇവിടെ ഈ ഒരു കോർണർ നമ്മൾ കാണും. ആ ഒരു കോർണർ എന്ന് പറയുന്നത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരെ നമ്മളത് കാണുന്നുണ്ട്. അതായത് ഈ ഫ്ലോറിൻ്റെ ഇവിടെ നിന്ന് തൊട്ട് സീലിംഗ് വരെ അത് കാണും. അപ്പോൾ അവിടെ വരെ ഹൈറ്റ് കൊടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ കോർണർ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരച്ചു. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് എക്സൽ എൻ്റർ V എൻ്റർ കൊടുക്കുക. അപ്പോൾ ഈ കോർണർ കാണും. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു കോർണറും കാണും. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഡോറുണ്ട്. 90യുടെ ഒരു ഡോറും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡോറ് കാണും. അപ്പോൾ ആ ഡോർ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ആ ഡോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിൻഡ് ലൈറ്റ് വരെയാണ് ഉള്ളത്. അപ്പോൾ ഈ ലിൻഡ് ലൈറ്റ് തന്നെ ഒന്ന് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വരച്ചാൽ മതി. ഇനി F എൻ്റർ M എൻ്റർ. ഇനി ഇവിടെ ട്രിം ചെയ്യുക. ഇത് ട്രിം ചെയ്യുമ്പോൾ സൂം ചെയ്ത് വെച്ചിട്ട് ട്രിം ചെയ്താൽ മതി. അപ്പോൾ ഇത് പോവില്ല, ഇത് പോവില്ല. അപ്പോൾ നമ്മളവിടെ ആ ഡോറ് നമ്മളിവിടെ കാണിച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഡോറിൻ്റെ ലൈനായിരുന്നു നമ്മൾ കൊടുത്തത്. ഇവിടെ ഈ ഡോർ ഇവിടെ കാണും. ഇനി നെക്സ്റ്റ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇത് കൂടെയാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ഈ ഒരു വോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് അവിടെ വരയ്ക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് ഈ ഒരു കോർണർ കാണും. പിന്നെ ഇവിടെ ഈ ഒരു ഓപ്പണിങ് കാണും. എവിടെയൊക്കെ ഓപ്പണിങ്സ് ഉണ്ടോ നേരെ എന്തൊക്കെ ഓപ്പണിങ്സ് ആണുള്ളത് അവിടെയുള്ള എല്ലാം നമ്മൾ കാണും. ഈ നെക്സ്റ്റ് നമുക്ക് സ്റ്റെപ്പ് കൊടുക്കണം. അപ്പോൾ സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് ലാൻഡിങ് ഇവിടെയാണ് വരുന്നത്. ആ ലാൻഡിങ് നമുക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കാം. ഇവിടെയാണ് ലാൻഡിങ് വരുന്നത്. ഇനി ഈ ലാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടോ 1, 2 ഈ 2 റൈസർ കഴിഞ്ഞിട്ടാണ് ഈ ലാൻഡിങ് വരുന്നത്. അതായത് ആ 2 റൈസേഴ്സിൻ്റെ മീതെയാണ് ഈ ലാൻഡിങ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ലൈൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ വരയ്ക്കുക. എന്നിട്ടത് സെലക്ട് ചെയ്തിട്ട് O എൻ്റർ. റൈസറിൻ്റെ ഹൈറ്റ് 18 കൊടുക്കുന്നത്. അപ്പോൾ 2 റൈസർ അവിടെ കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് ട്രിം ചെയ്യുക. ഇവിടെ ഒരു ഡോറിൻ്റെ ലൈൻ ഉണ്ടായിരുന്നു. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ 2 റൈസർ കൊടുത്തിട്ടുണ്ട്. ആ റൈസറിൻ്റെ മീതെയാണ് ഇതിൻ്റെ മുകളിലാണ് ലാൻഡിങ് വരുന്നത്. ഇനി എക്സൽ എൻ്റർ V എൻ്റർ കൊടുക്കുക. അടുത്ത ലാൻഡിങ് പ്രൊജക്റ്റ് ചെയ്ത് വിടുക. അടുത്ത ലാൻഡിങ് എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് അടുത്ത ലാൻഡിങ് വരുന്നത്.
അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് കൊടുത്ത് നോക്കാം. അപ്പോൾ എൽ എൻ്റർ എന്ന് കൊടുക്കുക, ലൈൻ എടുക്കുക, എന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് റൈസർ വരുന്നത് 18, പിന്നെ 25, 18, 25, 18, 25. ഇത് കുറച്ച് വരച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് വേറെ കളറിലേക്ക് ഇടാം. അപ്പോൾ ഇത്രയും നമ്മളിവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ലാൻഡിങ് വരെ എത്തണം. ഈ ലാൻഡിങ്ങിൻ്റെയും കളറൊന്ന് മാറ്റിയിട്ടാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെയാണ് ലാൻഡിങ് വരുന്നത്. ഈ ലാൻഡിങ് വരെ ഈ സ്റ്റെപ്പ് എത്തണം. അപ്പോൾ നമുക്കിതൊന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കുക. എന്നിട്ടിതിങ്ങനെ കോപ്പി ചെയ്ത് വെച്ച് പോയാൽ മതി. ഇനി ഈ ലാൻഡിങ്ങിൻ്റെ ലൈൻ കണ്ടില്ലേ, അവിടെയാണ് ലാസ്റ്റ് റൈസർ അവിടെ വരണം. ഇപ്പോൾ ലാസ്റ്റ് റൈസർ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് O എൻ്റർ 10 താഴത്തേക്ക്. ലാൻഡിങ്ങിൻ്റെ സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമുക്ക് ഈ ലൈന് ഡിലീറ്റ് ചെയ്യാം. ഇനി വേറൊരു ലൈൻ എടുത്തിട്ട് ഇവിടുന്ന് ഇവിടേക്ക് വരയ്ക്കുക. പിന്നെ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് ചെയ്യുക. O എൻ്റർ 7 എൻ്റർ 7ൽ ഓഫ്സെറ്റ് ചെയ്യുക. അതിന് ശേഷം ഈ ലൈൻ ഡിലീറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഫില്ലറ്റ് ചെയ്യുക. F എൻ്റർ ഇതും കൂടെ ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സ്റ്റെപ്പാണ് ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നത് അല്ലേ. ഇവിടെ പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ സ്റ്റെപ്പാണ്. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഇത് ഈ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാം തന്നെ ട്രിം ചെയ്ത് കളയാം. സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാം ട്രിം ചെയ്യുക. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലാൻഡിങ് കണ്ടില്ലേ, ഈ ലാൻഡിങ്ങിന് ഈ സെക്ഷൻ ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടം വരെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ XL എൻ്റർ V എൻ്റർ ഈ കട്ട് ചെയ്ത അവിടം വരെയുള്ളത് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടം വരെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടം വരെ കോൺക്രീറ്റിൻ്റെ ഹാച്ച് കാണിക്കണം. അത് മാത്രമല്ല ഈ ലാൻഡിങ് കട്ട് ചെയ്ത കാരണം ഈ ലാൻഡിങ്ങിനെ നമ്മൾ ഈ വോളിൻ്റെ ഉള്ളിലേക്ക് കാണിക്കണം. എന്നിട്ട് ഇത് ട്രിം ചെയ്യുക. ഇങ്ങനെ വരും. ഇനി H എൻ്റർ കൊടുത്തിട്ട് ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കത് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കാം. MA എൻ്റർ ഇത് കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗം കോൺക്രീറ്റ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതിൻ്റെ മുകളിൽ അടുത്ത റൈസർ വരും. അതായത് ഇനി 1 2 3 4 5 6 ഇവിടെ 6 റൈസേഴ്സാണ് ഉള്ളത്. 1 2 3 4 5 6 റൈസേഴ്സ് ഉണ്ട്. അതിൽ ലാസ്റ്റത്തെ റൈസർ ചിലപ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ടാവും. ലാസ്റ്റത്തെ റൈസർ ഇവിടെ വരുമ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് XL എൻ്റർ V എൻ്റർ കൊടുത്തിട്ട് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാം. ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിടുക. ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്തിടുക. എന്നിട്ട് ഇവിടെ ട്രിം ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഓഫ്സെറ്റ് ചെയ്യുക. O എൻ്റർ 18 എൻ്റർ ഇത് 1 ഫസ്റ്റ് റൈസർ 1 2 3 4 5 6 ലാസ്റ്റത്തെ റൈസർ ഇവിടെ വരും.
ഈ ആറാമത്തെ റൈസർ നമുക്ക് കുറച്ചൊരു ഹൈറ്റ്, ഒരു 1-2 സെൻറ്റിമീറ്റർ അവിടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കുറച്ചൊരു ഹൈറ്റ് കൂട്ടി കൊടുക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഹാച്ച് എടുക്കുക. ഈ സ്ലാബെല്ലാം കോൺക്രീറ്റ് ഹാച്ച് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. ഈ കോൺക്രീറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാം ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡയമെൻഷനിങ് ചെയ്യാം. ഇപ്പോൾ DLI എൻ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ ഡയമെൻഷനിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൊടുക്കാം. L എൻ്റർ കൊടുത്തിട്ട് ഇത് ഇവിടെ വരുന്നത് ഇത് RCC സ്ലാബാണ് വരുന്നത്. TE എൻ്റർ കൊടുത്തിട്ട് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക. ഇവിടെ വരുന്നത് RCC സ്ലാബ് 1:2:4 12 സെൻറ്റിമീറ്റർ തിക്ക്. മൂവ് ചെയ്തോടെ വയ്ക്കുക. ഇനി ഇതന്നെ ഒരു കോപ്പി എടുക്കുക, ഇവിടേക്ക് വയ്ക്കുക. ഇവിടെ ഇത് വരുന്നത് ബ്രിക്ക് വർക്ക് വാൾ ഇൻ സിമെൻറ്റ് മോട്ടാർ 1:8. ഇനി ഇത് സൺഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ RCC സൺഷെയ്ഡ് 1:2:4 10 സെൻറ്റിമീറ്റർ തിക്ക്. ഇനി ഇവിടെ ലിൻഡൽ വരുന്നുണ്ട്. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഇത് ആരോ എടുത്തിട്ടാണ് വരയ്ക്കേണ്ടത്. നമുക്ക് പറ്റില്ല, ഇങ്ങനെ നോക്കാം. ഇത് വരുന്നത് RCC ലിൻഡൽ. പിന്നെ ഇത് ഇവിടെ 15 സെൻറ്റിമീറ്റർ തിക്ന്ന് കൊടുക്കുക. പിന്നെ ഇവിടെ സിമെൻറ്റ് കോൺക്രീറ്റ് ഫ്ലോറിംഗ് 7.5 സെൻറ്റിമീറ്റർ തിക്ക്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത് എർത്ത് ഫില്ല് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാ സ്പെസിഫിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഡയമെൻഷനിങ് ആണ്. ഇപ്പോൾ DLI അല്ല, സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ താഴത്തേക്കുള്ളതും കൂടി കൊടുക്കണം. അപ്പോൾ ഇവിടെ
ഇത് വരുന്നത് ബേസ്മെൻ്റാണ്. ബേസ്മെൻറ്റ് RR മാസൻട്രി 30/45. അതുപോലെ ഇത് വരുന്നത് ഫൗണ്ടേഷൻ RR മാസൻട്രി 60/60. ഇനി ഇവിടെ PCC ഫൂട്ടിങ് 100/10. ഇനി ഡയമെൻഷനിങ് കൊടുക്കുക. ഇപ്പോൾ TLI എൻ്റർ എടുക്കുക. ഡയമെൻഷനിങ് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കാനുള്ളത് ഈ ലിൻഡൽ ഹൈറ്റ് ഇവിടെ കാണിക്കുക. ലിൻഡൽ ഹൈറ്റ് കാണിക്കുക. പിന്നെ ഈ ലാൻഡിങ്ങിൻ്റെ ഹൈറ്റ് ഇവിടെ കാണിക്കുക. പിന്നെ റൈസറും ട്രെഡും. പിന്നെ ഡയമെൻഷൻ അലൈൻഡ് എടുക്കുക. DAL എൻ്റർ. എന്നിട്ട് ഇതിൻ്റെ തിക്നെസ് 7 അവിടെ കാണിക്കാം. ഇത് വേസ്റ്റ് സ്ലാബാണ് ഇവിടെ വരുന്നത്. ഇതിവിടെ കാണുന്നത് വേസ്റ്റ് സ്ലാബാണ്. നമ്മൾ ഈ ഭാഗമല്ലേ ഈ കൊടുത്തിരിക്കുന്നത്, ഇത് വേസ്റ്റ് സ്ലാബ്. താഴെ സപ്പോർട്ട് ചെയ്യാൻ കൊടുത്തത് അതാണ് വേസ്റ്റ് സ്ലാബ്. പിന്നെ ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സെക്ഷൻ വരുന്നത്. പിന്നെ ബാക്കി ഫസ്റ്റ് ഫ്ലോറിൻ്റെ സെക്ഷനാണ് വരുന്നത്. ഇനി ഫസ്റ്റ് ഫ്ലോർ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക. ആദ്യം കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ഇവിടേക്ക് വയ്ക്കുക. അതിന് ശേഷം അതൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഈ സെക്ഷൻ ലൈൻ കണ്ടില്ലേ, ഇത് തന്നെ നമ്മളൊരു കോപ്പി എടുത്തിട്ട് അങ്ങോട്ട് വയ്ക്കാം. CO എൻ്റർ. കോപ്പി എടുക്കുക. കോപ്പി എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു പോയിൻ്റ് എടുക്കുക. ഈ പോയിൻ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ പ്ലാനിലും അതേ പോയിൻ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അതുപോലെ വന്ന് അവിടെ ഇരുന്നോളും. ഇനി ഇതിൻ്റെ സെക്ഷൻ നമുക്ക് വരയ്ക്കണം. XL എൻ്റർ, H എൻ്റർ. ഇനി ഇതേപോലെ തന്നെ കട്ട് ചെയ്ത എല്ലാ വോൾസും പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. കട്ട് ചെയ്ത എല്ലാ വോൾസും പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ XL എൻ്റർ, V എൻ്റർ. ഇവിടെ കട്ട് ചെയ്ത വോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വോൾ ഇതാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് പ്രൊജക്റ്റ് ചെയ്തു. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഡോറും വോളും അടക്കം കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോറും വിൻഡോ അടക്കം കട്ട് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ സൺഷെയ്ഡും ഇതെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം സെയിം തന്നെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതൊരു കോപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കാം.
അവിടേക്കൊരു കോപ്പി എടുത്ത് വയ്ക്കാം. കോപ്പി എടുത്ത് വയ്ക്കുമ്പോൾ ഇവിടെ കളയാനുള്ളത് ഈ സ്റ്റെയറിൻ്റെ ഇതൊന്നും ഇവിടെ കാണിക്കണ്ട. നമ്മൾ ഓൾറെഡി താഴെ സ്റ്റെയറിൻ്റെ ഇത് കൊടുത്തുല്ലോ, അത് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇനി ഇതിവിടെ കാണിക്കണ്ട. ഇതൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ബാക്കിയെല്ലാം. ഇത് ഇവിടെ ട്രിം ചെയ്യുക. ഇനി ഈ സ്ലാബ് വരുന്നത് 10 വരും. ഇനി ഈ അറ്റം ഫില്ലറ്റ് ചെയ്യുക. എഫ് എൻ്റർ, എം എൻ്റർ. അല്ല, ഇത് ഫില്ലറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ എടുത്തിട്ട് കൊടുക്കുക, എന്നിട്ട് ഫില്ലറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ വോള്, പിന്നെ ഇവിടെ വോളും ഡോറും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വോളും വിൻഡോയും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് അത് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കാം. ബാക്കിയെല്ലാം സെയിം ആണ്. ഈ പുറത്തുള്ളതെല്ലാം സെയിം തന്നെയാണ്, അതെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ അതേപോലെ തന്നെ വരച്ചു. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുക എന്നുള്ളതാണ്. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ, അതായത് ഇത്രയും ഭാഗം നമ്മൾ ഇങ്ങോട്ട് മുറിച്ച് മാറ്റിയിട്ട് ബാക്കി അങ്ങോട്ട് കാണുന്നതാണ് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഡോറ് കാണും 210 ഹൈറ്റ് വരെ. അപ്പോൾ 210 ഹൈറ്റ് ഇതാണ്. ഒന്ന് ജസ്റ്റ് ഒരു ലൈൻ എടുത്ത് വരയ്ക്കുക, എന്നിട്ട് ഫില്ലറ്റ് ചെയ്യുക. എഫ് എൻ്റർ കൊടുത്തിട്ട് ഫില്ലറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് കാണുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു കോർണർ കാണും. അപ്പോൾ ഈ കോർണർ പ്രൊജക്റ്റ് ചെയ്യുക. ഈ കോർണർ കണ്ടില്ലേ, ഈ കോർണർ കാണും. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഈ ഡോറും കാണും. അപ്പോൾ ഈ ഒരു കോർണറും പ്രൊജക്റ്റ് ചെയ്യുക. ഈ കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സെക്ഷൻ ലൈൻ്റെ പുറത്താണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിലെയാണ് നമ്മൾ പോകുന്നത്, അതായത് നമ്മൾ പോകുന്നത് ഇതിലെയാണ് പോകുന്നത്. ഇങ്ങനെ പോയിട്ട് പിന്നെ ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് സെക്ഷൻ ലൈൻ്റെ ഈ കോർണർ മുതലുള്ളതേ കാണുള്ളൂ. അപ്പോൾ എക്സ് എൻ്റർ, വി എൻ്റർ. ഈ കോർണറല്ല പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, ഇതാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. ഈ കോർണർ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇവിടേക്ക് വരണ്ടേ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നില്ല, നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഈ സെക്ഷൻ ലൈൻ്റെ ഇവിടെ ഈ പുറത്ത് കൂടെ ആണ്, ഇത് കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്താൽ മതി. എഫ് എൻ്റർ, എൻ എൻ്റർ. ബാക്കി ഇത് ട്രിം ചെയ്യാം. ഇനി ഇവിടെ വേറെ ഒന്നുമില്ല, ഇവിടെ എല്ലാം സ്ട്രെയിറ്റ് ഇവിടെ വോളാണ് വരുന്നത്, വേറൊന്നും ഇവിടെ കാണാനില്ല. ഇനി ഇതെല്ലാം ട്രിം ചെയ്യുക. പിന്നെ ഇവിടെ ഹാച്ച് വരും, കോൺക്രീറ്റിൻ്റെ ഹാച്ച് വരും. മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. ഇനി ഇവിടെ പാരപ്പറ്റിൻ്റെ വോൾ വരും. ഒരു ലൈൻ എടുക്കുക, എന്നിട്ട് മുകളിൽ പാരപ്പറ്റിൻ്റെ ഹൈറ്റ് 90 ആണ് കൊടുത്തിരിക്കുന്നത്. അത് എന്നിട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഓ എൻ്റർ, 15 എൻ്റർ. 15ൽ ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഇതന്നെ ഒരു കോപ്പി എടുക്കുക. ഇനി ഒരു ലൈൻ എടുക്കുക.
കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇനി ഹാച്ച് എടുക്കുക. ഹാച്ച് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എടുക്കാനുള്ളത് ഈ 132 ആണ് ബ്രിക്ക് വർക്ക്. ഇതന്നെ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ വാൾസിലും വെച്ച് കൊടുക്കാം. അതുപോലെ ഇവിടെ ഇതിൻ്റെ സ്കെയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി മാറ്റി കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ കളറ് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കളറിലേക്ക് വേണമെങ്കിൽ ഇടാം. ഇനി അതിൽ ചെയ്യാനുള്ളത് ഇത് ഫുള്ള് നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ബ്ലോക്കാക്കാം. എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ബ്ലോക്കാക്കുക. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. മൂവ് ചെയ്തിട്ട് ഈ വോള് കണ്ടില്ലേ, ഇതിൻ്റെ മീതെ ഇത് ട്രാക്ക് ചെയ്തിട്ട് അവിടേക്ക് വെച്ച് കൊടുക്കുക. ഇത് സെയിം കളറിലേക്ക് ആക്കുക. ഇനി ഈ ഗ്രൗണ്ട് ഫ്ലോറിലും നമ്മൾ ഡോറ് വരച്ചപ്പോൾ ഈ അറ്റാണ് പ്രൊജക്റ്റ് ചെയ്തതെന്നാണ് തോന്നുന്നത്. എക്സൽ എൻ്റർ, വി എൻ്റർ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേറൊരു കളറിലേക്ക് ഇട്ടിട്ട് എക്സൽ എൻ്റർ, വി എൻ്റർ. നമ്മൾ സെക്ഷൻ ലൈൻ്റെ ഇവിടെ കൂടെയാണ് പോകുന്നത്. ഈ കേഴ്സർ കണ്ടില്ലേ, ഈ സ്ക്വയർ കണ്ടില്ലേ, ഇത് കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വേണം പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. ഇത് കൂടെ നോക്കുമ്പോൾ എന്തൊക്കെയാണോ കാണുന്നത് അത് വേണം പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കാൻ. അതുപോലെ ഇത് കൂടെ വന്നിട്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഈ ഒരു കോണർ എന്നുള്ളത് നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇത് സെയിം ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ വരുന്നത്. ബാക്കി ഇവിടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ താഴത്തെ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഹൈറ്റ് കൊടുക്കണം. ഹൈറ്റ് DLI എൻ്റർ കൊടുക്കുക. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഹൈറ്റ് ഇവിടെ കൊടുക്കുക. അത് എലിവേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് നമ്മൾ 300 ഹൈറ്റിലേക്ക് എടുത്തത്. ഇത് ശരിക്കും 275 ഹൈറ്റ് വരെ ഉള്ളൂ. നമ്മൾ കോപ്പി ചെയ്ത് വെച്ചപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വാൾസ് എല്ലാം 275 ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത് 275 ഹൈറ്റ് വരെ മതി. ഇവിടെ വരെ വരുള്ളൂ. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്തിട്ട് അതിപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് 275 ഹൈറ്റിലേക്ക് ഇട്ടിട്ട് വരച്ചാൽ മതി. ഇനിയിപ്പോൾ അത് ഈ ഹാച്ച് ഞാൻ കളയുന്നുണ്ട്. ഹാച്ച് നിങ്ങൾ പിന്നെ ചെയ്താൽ മതി. ഇത് മൂവ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കാം. ബാക്കിയെല്ലാം ട്രിം ചെയ്യാം.
എഫ് എൻ്റർ എം ഉണ്ട്. ഫില്ലറ്റ് എടുക്കുക. ഇതൊന്ന് ട്രിം ചെയ്യുക. പിന്നെ ഇവിടെയും ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. അത് 275 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് ഈ വോള് നമ്മൾ കോപ്പി ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ 275 ഹൈറ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ 300 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എലിവേഷനിൽ അതിനനുസരിച്ചിട്ട് ഒരേ ഇതിലാക്കുക. ഇപ്പോൾ ഇത്രയാണ് സെക്ഷൻ വരുന്നത്.